മിസ്സേ മൈക്ക് മിസ്സേ മൈക്ക് ഓണാക്ക്. ഓക്കെ റെഡി ശരിയല്ലേ? താങ്ക് യു. ഓക്കെ ദെൻ നമ്മുടെ ഗ്രേപ്പിന്റെ കഥ നമ്മൾ പറഞ്ഞു. ഫോക്സ് വിശന്ന് നടന്നപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ പോയി. അപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ പോയപ്പോൾ അവിടെ നല്ല പഴുത്ത മുന്തിരിങ്ങകൾ കണ്ടു. അപ്പോൾ ഫോക്സ് അത് പറിക്കാൻ വേണ്ടി കുറേ നേരം പരിശ്രമിച്ചു. എന്നിട്ട് അവനെ കൊണ്ട് പറ്റിയില്ല. അന്നേരപ്പോൾ അത്രയും നേരം വരെ ആ മുന്തിരിങ്ങയുടെ കഥ പറഞ്ഞുകൊണ്ട് മുന്തിരിങ്ങയുടെ ഗുണത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കുറുക്കച്ചാര്, നമ്മുടെ ഫോക്സ്, പിന്നീട് അതിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് പോയി അല്ലേ? അപ്പൊ മലയാളത്തിൽ ചൊല്ലുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കുന്നല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. അതായത് നമ്മൾ കുറെ പരിശ്രമിച്ചു, നമുക്കത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ അതിന്റെ അത്രയും നേരം നമ്മൾ അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സുകൾ പറഞ്ഞുകൊണ്ടിരുന്നു, കിട്ടാത്തപ്പോൾ നെഗറ്റീവ്. അങ്ങനെ പാടില്ല. അതിന് പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അത് നമ്മളുടെ പരിശ്രമത്തിന്റെ കുറവ് കൊണ്ടാണ്. വേറെ ബുദ്ധി ആലോചിച്ചിരുന്നെങ്കിൽ കിട്ടിയിരുന്നേനെ ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഫോക്സ് ഉപയോഗിച്ച ആ രീതിയാണ് ശരിയാവാത്തത് അല്ലേ? വേറൊരു രീതിയിൽ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറുക്കന് ആ മുദ്രിക കിട്ടിയേനെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം ശരിയല്ല എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നെഗറ്റീവ് പറയല്ല ചെയ്യേണ്ടത്, പകരം വേറെ പോസിബിളായ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അവിടെ ഫോക്സ് കുഡ് നോട്ട് റീച്ച് ദം ആൻഡ് കോൾ ദം സോർ. അതിൻ്റെ അത് ഗ്രേപ്പിനാണ് നിങ്ങൾ റൗണ്ട് ചെയ്യേണ്ടത്. ഗ്രേപ്പിന് ടിക്ക് ചെയ്യോ റൗണ്ട് ചെയ്യോ ഒക്കെ ചെയ്യാം. ഓക്കെ ദെൻ അതിനകത്ത് തന്നെ ദിസ് സ്മോൾ ആനിമൽ വോൺ എ റൈസ് വിത്ത് ഹെയറിനകത്ത് നമ്മൾ ടോർട്ടോയിസിന് ടിക്ക് ചെയ്യുക. കാരണം അവിടെ വിജയിച്ചത് ആരാണ്? ടോർട്ടോയിസ് ആണ് വിജയിച്ചത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് the elves made it for shoemaker. the elves എന്ന് പറഞ്ഞാൽ നമുക്കറിയണം, നമ്മൾ നല്ല ചിത്രകഥകളൊക്കെ കേൾക്കുന്നല്ലേ, അതിൻ്റെ അകത്ത് നല്ല ഫെയറീസ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഫെയറീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാലാകമാര്, നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല ചിറകൊക്കെ, കളർഫുൾ ഉടുപ്പൊക്കെ ഇടാം, നല്ല ചിറകൊക്കെ ആക്കി പാട്ടൊക്കെ പാടി നടക്കുന്ന കുഞ്ഞു മാലാകമാരല്ലേ, ലിറ്റിൽ ഫെയറീസ്, ക്യൂട്ട് ഫെയറീസ്. നാടോടി കഥകളൊക്കെ നമ്മൾ നല്ല മാലാക കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ ഒരു ഫെയറിയുടെ കഥ, അങ്ങനത്തെ ഉള്ള ഫെയറിയുടെ കഥയാണിത്. ഇതെന്താണ് കഥ എന്ന് ചോദിച്ചാല്, നമ്മളുടെ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു ഷൂ മേക്കർ ഉണ്ടായിരുന്നു. ഷൂ മേക്കർ ആരാണ്? ഷൂ ഒക്കെ തുന്നി ഉണ്ടാക്കുന്ന ആള്, ചെരുപ്പൊക്കെ തുന്നിക്കൂട്ടി ഉണ്ടാക്കുന്ന ആള്. ഓക്കെ, അപ്പോൾ ചെരുപ്പ് തുന്നിക്കൂട്ടി ഉണ്ടാക്കുന്ന ആള് അവര് എല്ലാ ദിവസവും രാവിലെ അയാളുടെ ഷോപ്പിലേക്ക് പോയിട്ട് ഈ ചെരുപ്പ് തുന്നിയുണ്ടാക്കും. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഷൂ മേക്കർ. അപ്പോൾ അയാൾ വളരെ മനോഹരമായ ഷൂ ഒക്കെ തുന്നി കെട്ടി ഉണ്ടാക്കി വിൽക്കുക ചെയ്യുന്നത്. പക്ഷെ എന്നാലും അയാൾക്ക് ദാരിദ്ര്യം തീരുന്നില്ല. കാരണം ഒരു ഷൂ വിട്ടിയാൽ ഇത്രയല്ലേ പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ ഭയങ്കര പാടല്ലേ, വീട്ടിലെ ചെലവൊക്കെ വഹിക്കാൻ വിഷമല്ലേ. എന്നിട്ട് ഒരു ദിവസം ഇവര് ഏകദേശം ഡിസംബർ മാസം, ക്രിസ്മസിന്റെ സമയത്താണ് ഇയാൾ ഒരു ദിവസം ചെയ്തു, ഷൂ ഉണ്ടാക്കാനുള്ള ലെതറൊക്കെ മുറിച്ചിട്ട് അവിടെ വെച്ചിട്ട് ബാക്കി പിന്നെ നാളെ ചെയ്യാമെന്നോർത്തിട്ട് അയാള് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ എന്നെ അത്ഭുതം കാണണോ, ഇയാൾ മുറിച്ചു വെച്ചിരുന്ന ആ ലെതർ ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയ ഷൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവിടെ മുറിക്കുള്ളില്. അയാൾ മുറി പൂട്ടിയിട്ടിട്ട് പോയതാ. ആകെ കാണുന്ന ഒരു ജനല് തുറന്നിട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജനലിലുള്ള മനുഷ്യന്മാർക്ക് കയറാൻ പറ്റുമോ? അല്ല മുറിക്കണം അല്ലേ? ഇതൊന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് അത്ഭുതം വന്നു. എന്നിട്ട് ഇയാൾ ആ ഷൂ കൊണ്ടുപോയി വിറ്റിട്ട് കുറെ പൈസ കിട്ടി. എന്നിട്ട് പുതിയ ഷൂസ് ഉണ്ടാക്കാനുള്ള കുറേ നല്ല ലെതറും ഒക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ അവിടെ കൊണ്ടുവച്ചു. പിന്നെയും പിറ്റേ ദിവസത്തിന് ഷൂ ഉണ്ടാക്കാനുള്ള ലെതർ മുറിച്ച് ഷേപ്പാക്കി വെച്ചിട്ട് വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയി നോക്കിയപ്പോഴോ
ഒരു ദിവസം നോക്കിയപ്പോഴോ അതിമനോഹരമായ ഈ നമ്മുടെ ഷൂ മേക്കർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിലും നല്ല ഷൂസ് അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അയാൾക്ക് ഒത്തിരി സന്തോഷമായി. അയാൾ പിന്നെ കടയിൽ കൊണ്ടുപോയി വിറ്റ് ഒത്തിരി പൈസ വാങ്ങി. ഈ പ്രോസസ്സ് ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ നല്ല പണക്കാരായി. നമ്മുടെ ഷൂ മേക്കർ നല്ല പണക്കാരായി. ഈ എൽസ് സഹായിച്ചതാണേ. ഇയാൾക്ക് പക്ഷെ മനസ്സിലാവുന്നില്ല ഇതാരാണ് സഹായിച്ചതെന്ന്. അപ്പൊ ഈ ഷൂ മേക്കറിന്റെ ഭാര്യ നല്ല വൈസ് വുമൺ ആണ്, നല്ല ബുദ്ധിയുള്ള സ്ത്രീയാ. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഈ ഫ്രണ്ടിനെ സഹായിക്കണ്ടേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്രിസ്മസ് അല്ലേ വരുന്നേ, അവർക്ക് നല്ല ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാം. ഡ്രസ്സ് നല്ലോണം തയ്ച്ചു കൊടുത്ത് അവിടെ വെക്കാം. എന്നിട്ട് രാത്രി ആരാ ഇത് വന്ന് എടുക്കുന്നതെന്ന് നോക്കാലോ. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവര് ഈ ഷൂ മേക്കേഴ്സിന് വേണ്ട ഡ്രസ്സുകൾ, നല്ല തണുപ്പിന്റെ ഉടുപ്പ്, നല്ല കമ്പിളി പോലത്തെ ഉടുപ്പുകളൊക്കെ തയ്ച്ച് അവിടെ ടേബിളിന്റെ മുകളിൽ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ട് ഇവർ ആ റൂമിനുള്ളിൽ ഒളിച്ചു നിന്നു. എന്താ രാത്രിയിൽ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. അപ്പൊ ഒരു രാത്രി, പകുതി രാത്രി ആയപ്പോൾ, അർദ്ധരാത്രി ആയപ്പോൾ എന്ത് പറ്റി? മുഹമ്മദ് ആബീസേ, ഓക്കെ. അപ്പോ എന്ത് ചെയ്തു? ഇതേ നല്ല രണ്ട് കുഞ്ഞിക്കുള്ളന്മാരെ ജനാലയുടെ ചാടിക്കടന്നു വന്നു. അവര് പരമ ദരിദ്രരാ, അവർക്ക് ഡ്രസ്സൊന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാം അവര് പാവപ്പെട്ടവരാന്നേ. എന്നിട്ടും അവര് ഭയങ്കര സന്തോഷത്തോടെ ആ ടേബിളിന്റെ മുകളിൽ വന്ന് കുറെ നേരം പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നടന്നു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നടന്നു കഴിഞ്ഞിട്ട് അവര് വേഗം തന്നെ ഷൂ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഷൂ ഉണ്ടാക്കാനുള്ള കഴിവ് കണ്ടിട്ട് ഈ ഷൂ മേക്കർ ഭയങ്കര അത്ഭുതം. ഈ കുഞ്ഞു കുള്ളന്മാർ എത്ര മനോഹരമായിട്ടാ ഷൂ ഉണ്ടാക്കുന്നേ. അവര് അങ്ങനെ നല്ല ഷൂ ഉണ്ടാക്കി അതിനുശേഷം ആ ഉടുപ്പ് അവിടെ വെച്ചിരുന്ന് ഇട്ടു നോക്കിയപ്പം നമ്മുടെ രണ്ട് കുഞ്ഞിക്കുള്ളന്മാർക്ക്, നമ്മുടെ രണ്ട് എൽഫ്സിന് ആ ക്ലോത്ത് സ്യൂട്ടബിളാ. രണ്ടുപേർക്കും നല്ലോണം മാച്ച് ചെയ്യുന്ന. അവർക്ക് ഒത്തിരി സന്തോഷമായി. ഒത്തിരി സന്തോഷമായി കഴിഞ്ഞിട്ട് ഫാത്തിമ ജുമാന ഇവിടെ ശ്രദ്ധിച്ചേ. ശ്രദ്ധിച്ചിട്ട് പിന്നെ അവര് സന്തോഷത്തോടെ പിന്നെയും പോയി. ഫാത്തിമ ജുമാന എന്തിനാ കൈ ഉയർത്തിയേ? എന്തിനാ അൺമ്യൂട്ട് ചെയ്തേ മോളെ? എന്തിനാ കൈ ഉയർത്തിയേ? ഫാത്തിമ ജുമാന, ലിസൺ ഹിയർ. എന്തിനാ കൈ ഉയർത്തിയേ? അൺമ്യൂട്ട് ചെയ്തേ. ഒന്നും പറയാനില്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ കുഞ്ഞിക്കൊള്ളന്മാരുടെ പിന്നെ ഇത് കുറെ നാള് തുടർന്ന് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിക്കൊള്ളന്മാര് പിന്നീട് വരാതായി. അപ്പൊ നമ്മളുടെ ഷൂ മേക്കർക്ക് ഭയങ്കര സങ്കടമായി. കാരണം കുഞ്ഞിക്കൊള്ളന്മാരുടെ ആരാണ് സംസാരിക്കുന്നത് അൺമ്യൂട്ടാവാത്തെ? ഓക്കെ, ഫാത്തിമ എന്താണ് സമയം ടീച്ചർ അൺമ്യൂട്ട് ഓപ്ഷൻ തന്നത്? എന്തിനാ മോളെ? വെറുതെ ആണോ? അൺമ്യൂട്ട് ചെയ്തേ. മനസ്സിലായില്ലേ? ഈ കഥ മനസ്സിലായില്ലേ? നല്ല മലയാളം കഥയല്ലേ ടീച്ചർ പറഞ്ഞേ? നല്ല കഥയല്ലേ പറഞ്ഞേ? എന്ത് മോനെ? മനസ്സിലാവുന്നില്ല. എന്താടാ മോളെ? ടീച്ചർ പറഞ്ഞത് എൽസ് ആൻഡ് ഷൂ മേക്കറിന്റെ കഥ. എൽസ് ആൻഡ് ഷൂ മേക്കറിന്റെ. ഓക്കെ, ദെൻ അപ്പോൾ അങ്ങനെ നമ്മളുടെ എൽഫ്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഷൂ മേക്കേഴ്സ് നല്ല പണക്കാരായി മാറി. ഇവര് പണക്കാരായി മാറിയ ശേഷം പിന്നെ നമ്മുടെ കുഞ്ഞിക്കൊള്ളന്മാര് സഹായിക്കാൻ വന്നിട്ടില്ല. അഫ്ര സ്പീക്കേ. എന്തിനാ അൺമ്യൂട്ട് ചെയ്തേ? മോന്റെ വീഡിയോ കാണുന്നില്ലല്ലോ. അഫ്രാസേ, വീഡിയോ ഓൺ ചെയ്തേ. എന്തിനാ മിസ് കൈ ഉയർത്തിയത്? ബിയോണ എവിടെ പോയി അതിന്റെ ഇടയ്ക്ക്?
കണ്ടോ, നല്ല സ്റ്റോറീസ് പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ പോയാ പിന്നെ ടീച്ചർക്ക് കഥ പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? കഥ കേൾക്കുന്ന പിള്ളേർക്ക് ശല്യാവില്ലേ അത്? അശ്വിനി കുട്ടിയെ, ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ മോനെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്ത് പിന്നെ എന്നെ കേൾക്കാഞ്ഞേ? നമ്മുടെ അശ്വനീനെ കാണുന്നില്ലല്ലോ. അശ്വിനി, ആ നേരെ ഇരുന്നേ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ടോട്ടോയ്സിന്റെയും ഫോക്സിന്റെയും എൽഫ്സിന്റെ ഒക്കെ സ്റ്റോറീസ്? സൂപ്പർ. സൂപ്പർ. അയാൻ വിജേഷേ, അൺമ്യൂട്ട് ചെയ്തേ, മോന്റെ വീഡിയോ കാണുന്നില്ലല്ലോ. അയാൻ വിജേഷ്, ഓ വീഡിയോ ഓൺ ചെയ്തേ. എന്ത്? ഇപ്പൊ പന്നീന്റെ വീഡിയോ ഓക്കെ ദെൻ. അപ്പോൾ എന്താണ് നമ്മളുടെ സെക്കൻഡ് ലെസൺ വൺസ് അപ്പോൺ എ ടൈം എന്നതിലെ ഫസ്റ്റിന്റെ പിന്നെ അലാദിന്റെ കഥ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ മിസ് പറഞ്ഞു തന്നില്ലായിരുന്നോ? അലാദിന്റെ കഥ. അലാദിൻ്റെത് ആൻസർ ലാമ്പാണ്. നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് അല്ലേ, സർക്കിൾ ചെയ്യേണ്ടത് ലാമ്പാണ്. ദെൻ ദിസ് ആനിമൽ വോൺ എ റൈസ് വിത്ത് ഹെയർ എന്നുള്ളതിൻ്റെത് ടോട്ടോയ്സ് ആണ്. The fox could not reach them and called them sore. That is the answer grape ആണ്. And the elves made this for shoemaker എന്നതിൻ്റെത് ഷൂ ആണ്. ആൻസർ കിട്ടിയല്ലോ. ഇതിന്റെ PDF മിസ് അയച്ചു തരാം. അന്നേരം മക്കൾ നോട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അത് കഴിയുമ്പോൾ അതിന്റെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. റെഡിയാണോ മക്കളെ? നമ്മുടെ ഫോക്സിന്റെയും എന്താണ് ടോട്ടോയ്സിന്റേതും ഒക്കെ കഥകൾ ഇഷ്ടപ്പെട്ടോ? കഥകൾ ഇഷ്ടപ്പെട്ടോ? ആ നല്ല. ഇതുപോലെ ഏതെങ്കിലും കഥ മിസ്സിന് പറഞ്ഞുതരാൻ ആരാ റെഡിയാവുന്നേ? ഇതുപോലെ സൗബറ റെഡിയാണോ? ഷഹബറ റെഡിയാണോ? ഗുഡ്. ഏത് കഥയാ മോളെ പറയാൻ? അൺമ്യൂട്ട് ചെയ്തേ. സൗബറ അൺമ്യൂട്ട് ചെയ്തേ മോളെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. വേഗം വേഗം പറയണേ. ആമയും ഓട്ട മത്സരം വെച്ചു. അശ്വനി രണ്ട് ചാട്ടത്തിന് അങ്ങെത്തി. ആമേനെ കാണുന്നേ ഇല്ല. ആമനെ നോക്കിയിട്ട് ആമനെ കാണുന്നേ ഇല്ല. ഓക്കെ. അവൻ വിചാരിച്ചു ആമ വരുന്നവരെ അവിടെ റെസ്റ്റ് എടുക്കാന്ന്. അവൻ ഉറങ്ങിപ്പോയി. ആമ അങ്ങെത്തി. ആമ അങ്ങെത്തിയിട്ട് ചിരിച്ചുകൊണ്ടേ പോയി. അവൻ ഞെട്ടി ഉണർന്നു. ഞെട്ടി ഉണർന്നിട്ട് ആമേനെ നോക്കി. ആമേനെ കാണുന്നേ ഇല്ല. ആമ അവിടെ അങ്ങെത്തിയിട്ട് കോമ്പറ്റീഷനിൽ എടുത്തിട്ട് അവൻ ചിരിച്ചിട്ടാണ് നിന്നു. ഇതുപോലെ കഥയുണ്ട്. ഇത് മിസ് പറഞ്ഞ കഥ തന്നെയല്ലേ? ഇതുപോലെ തന്നെ ഈ ആമയും ടോട്ടോയ്സ് ആൻഡ് റാബിറ്റ്സിന്റെ കുറെ സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ, ആ സ്റ്റോറീസ് ഏതൊക്കെയാന്ന് അമ്മയോട് ചോദിച്ചു പഠിച്ചു വെച്ചിട്ട് ഇനി ടീച്ചർ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പറയണം. ഈ ടോട്ടോയ്സ് ആൻഡ് റാബിറ്റിന്റെ ഈ പിന്നെ കോമ്പറ്റീഷന്റെ കഥ വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്ന് മിസ്സിനോട് പറയണം. റെഡിയാണോ? ഇനി പിന്നെ GK പഠിക്കുന്നുണ്ടോ എല്ലാവരും? ടീച്ചർ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കൂടെ വരും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അന്നേരപ്പം ടീച്ചർക്ക് നോട്ടൊക്കെ എടുത്ത് കാണിച്ചു തരുമോ? അമൃത കുട്ടിയെ അൺമ്യൂട്ട് ചെയ്തേ. യെസ് ആണോ? അതിന്റെ ടീച്ചർ അതിനിടയ്ക്ക് ആരോടാ നീ സംസാരിക്കാൻ പോകുന്നേ? മിസ് ഇങ്ങനെ മോളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ മോള് മിസ്സിനെ നോക്കുന്നേ ഇല്ല. ഓക്കെ,
അപ്പൊ ടീച്ചർക്ക് വിഷമാവില്ലേ? അല്ലേ ബിയോണ നോബിളെ? ബിയോണേ അങ്ങനല്ലേ? ആ അങ്ങനെയാണ്. ഓക്കെ. സാവിയോ ജിയോ എന്ത് പറ്റി? ചായ കുടിച്ചില്ല അന്ന് രാവിലെ? സാവിയോയെ എന്ത് പറ്റി? ഒരു ക്ഷീണം. നമ്മുടെ സമയം കഴിയാൻ പോവാണ്. ഓക്കെ.